2026 എന്ന വർഷം അശ്വതി നക്ഷത്രക്കാർക്ക്. ഇത് നക്ഷത്രം മാത്രം വെച്ച് പറയുന്നതല്ല, ജനിച്ച മലയാള മാസവും കൂടി നോക്കിക്കൊണ്ടാണ്. ജനിച്ച നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി, ജനിച്ച മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി. അപ്പം സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ചേർത്ത് വെച്ചാണ് ഇവിടെ നോക്കിയിട്ട് പറയുന്നത്. അപ്പം കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും. പക്ഷേ പലർക്കും മലയാള മാസം അറിയില്ലായിരിക്കും ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കലണ്ടർ എടുത്തിട്ട്, മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഓരോ മാസത്തെയും നോക്കാം. ജാനുവരി മാസം പൊതുവെ ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്കാണ് നല്ലതായിട്ട് കാണുന്നത്. അവർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇപ്പം ജോലിക്ക് ട്രൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ജോലി കിട്ടുക, പ്രമോഷൻ കിട്ടുക, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് പൊതുവേ ഗുണവുമുണ്ട് ദോഷമുണ്ട്. തൊഴിൽപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടുവോ കളവ് പോവോ സാധ്യതയുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല. എന്നാൽ അതേസമയം ഗുണമുണ്ട്. തൊഴിൽപരമായിട്ട്, കർമ്മപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ഏറ്റവും മോശമായിട്ട് കാണുന്നത് കർക്കിടക മകരമാസത്തിലാണ് ജനിച്ചവർക്കാണ്. കർക്കിടകം മകരമാസത്തിൽ ജനിച്ചവർക്ക് അത്ര നല്ല മാസമൊന്നുമല്ല. അവർക്കാണ് ഈ ട്രാൻസ്ഫറെല്ലാം കൂടുതൽ അനുഭവപ്പെടുക. ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം, ട്രാൻസ്ഫർ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. പണം നഷ്ടപ്പെട്ടുക, കളവ് പോവുക, ഇതിനെല്ലാം കൂടുതൽ സാധ്യത കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ്. ഇനി ഫെബ്രുവരി മാസത്തിൻ്റെ അവസ്ഥ നോക്കാം. ഫെബ്രുവരി മാസം ഇടവം, തുലാം, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ്. വിദേശത്തേക്ക് പോകാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വല്ല ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ളൊരു മാസമാണ് ഫെബ്രുവരി. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ്. ബിസിനസ്സിന്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ട്രാൻസ്ഫർ പോലെയുള്ള കൊണ്ടുള്ള പ്രയാസങ്ങൾ, ഏകാന്തത അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ടൊന്നും മോശമൊന്നുമില്ല. സാമ്പത്തികമെല്ലാം പണമെല്ലാം കിട്ടേണ്ടിയെല്ലാം പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അനാവശ്യ ചെലവുകളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അത് നിയന്ത്രിക്കണം. കുടുംബപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസം അല്ല. ഇനി മാർച്ച് മാസം. മാർച്ച് മാസം പൊതുവെ ഒരു മോശം മാസമായിട്ടാണ് കാണുന്നത്. ഒരു ട്രാൻസ്ഫർ കൊണ്ടുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുക, ഒറ്റക്ക് താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒറ്റക്ക് താമസിച്ചു കളയാമെന്നുള്ള തോന്നുന്നതിൽ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. കുടുംബപരമായിട്ട് നല്ലതല്ല, സാമ്പത്തികപരമായിട്ട് നല്ലതല്ല, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ല മാസമല്ല മാർച്ച് മാസം. എല്ലാ കാര്യത്തിനും ഒരു ചെറിയ അലസതയെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ്. എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അവർക്ക് അത്രയില്ല. കാരണം അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇടവം, ചിങ്ങം മാസങ്ങളിൽ ജനിച്ചവർക്ക് ഇത് അത്ര പ്രബലമല്ല. മറ്റുള്ള മാസങ്ങളിലുള്ളവർക്കാണ് ഈ കുറച്ച് മോശമെല്ലാം കാണുന്നത്. ഏപ്രിൽ മാസം ജനിച്ചവർക്കും പൊതുവെ വലിയ ഗുണമുള്ള ഒരു മാസമൊന്നുമില്ല. ഒരു വ്യക്തിപരമായ, ആരോഗ്യപരമായ പ്രയാസങ്ങൾ, കുടുംബപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികപരമായി അത്ര നല്ലതല്ല.
അതേപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, പണം നഷ്ടപ്പെട്ടു കളവ് പോവുക, ചിലപ്പോൾ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള തോന്നൽ, ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയിലുള്ളൊരു മാസമാണ് ഏപ്രിൽ. എന്നാൽ ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് അവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെയില്ല. ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നമൊന്നും ആക്കില്ല. അതേസമയം ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് മകരമാസത്തിൽ ജനിച്ചവർക്കാണ്. അവർക്ക് തീരെ മോശ സമയമായിട്ടാണ് കാണുന്നത്. ഇനി മെയ് മാസത്തിൽ, മെയ് മാസം പൊതുവെ ആവറേജ് അത്ര നല്ല മാസമൊന്നുമല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായിട്ടെല്ലാം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മെയ് മാസം. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് അത്ര വലിയ ഗുണമുള്ള മാസമൊന്നുമല്ല. കുടുംബപരമായി അതേപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമൊന്നുമില്ല. അതിലൂടെയെല്ലാം പണനഷ്ടം സംഭവിക്കാം, ധനനഷ്ടം, ക്രയവിക്രയത്തിലൂടെ ധനനഷ്ടം സംഭവിക്കും. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കും, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. അപ്പം പൊതുവെ മോശം മാസമാണ്. എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമൊന്നും ഈ മെയ് മാസത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരി ഭംഗിയായിട്ട് തന്നെ പോയിക്കോളും. കാരണം സൂര്യനിൽ നിന്ന് വളരെ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഒരു അത്ര നല്ല ഗുണമുള്ള ഒരു മാസമൊന്നും അല്ല. ജൂൺ മാസം പൊതുവെ ഇടവം, കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ നല്ല മാസമാണ് ജൂൺ. എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ മാസമാണ് ജൂൺ. ആർക്ക്? ഇടവം, കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക്. എല്ലാ കാര്യത്തിനും ഉത്സാഹവും തൻ്റെയും എല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് അതിന് ഇറങ്ങിത്തിരിക്കാം. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് പൊതുവെ പുതിയ കർമ്മങ്ങളിൽ തുടങ്ങാൻ പറ്റിയ മാസം തന്നെയാണ്. എന്തെങ്കിലും തുടങ്ങാനായി ഉദ്ദേശിക്കുന്നുണ്ട് നല്ല തന്നെയാണ്. പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ കച്ചവടത്തിനൊന്നും പറ്റിയതല്ല. പണം നഷ്ടപ്പെട്ടുക, കളവ് പോവുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാം, പക്ഷേ സൂക്ഷിച്ചിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കേണ്ട ഒരു മാസമാണ് ജൂൺ. ജൂലൈ മാസം പൊതുവെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ട്രാൻസ്ഫർ ചെയ്യലൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരു അലസത തോന്നുക, പണമെല്ലാം കൊടുത്താൽ തിരിച്ചു കിട്ടാതിരിക്കുക. അതുകൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാം ഒരു എഗ്രിമെൻ്റ് എല്ലാം വെച്ചിട്ട് കൊടുക്കണം, ഉറപ്പിച്ചിട്ട് കൊടുക്കണം. എന്തെങ്കിലും പണമെല്ലാം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോഴെല്ലാം അതിൽ ശരിയായിട്ട് ഒരു ശരിയായ നിലയിൽ അന്വേഷിച്ചിട്ടെല്ലാം വേണം ചെയ്യാൻ. ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാൻ വല്ല പണമെല്ലാം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം തിരിച്ചു കിട്ടിയിട്ടില്ലാന്ന് വരും, പറ്റിച്ചു പോയെന്നെല്ലാം വരും. അതുപോലെ വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, എന്തെങ്കിലും വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയതല്ല, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല, പൊതുവെ കുടുംബപരമായിട്ട് ഒരു അത്ര നല്ല മാസമല്ല ജൂലൈ മാസം. എങ്കിലും ഇടവം, കന്നി, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക്, ഇടവം, കന്നി, ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മറ്റേത് ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിൽ. സൂര്യനെ വർഷം ചിന്തിക്കുമ്പോൾ നല്ലതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇടവം, കന്നി, ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രകടമല്ല. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒരുമാതിരി നല്ലതായിട്ട് തന്നെ പോകും. ഓഗസ്റ്റ് മാസം ജനിച്ചവർക്ക്
പൊതുവെ വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത ഒരു മാസമായിട്ടാണ് കാണുന്നത്. എന്നാലും ട്രാൻസ്ഫർ പോലെയുള്ളതെല്ലാം സൂക്ഷിക്കണം. ഒരലസത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണം. എന്തെങ്കിലും ക്രയവിക്രയം നടക്കുമ്പോൾ ശരിക്ക് ആലോചിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അത് തർക്കത്തിലേക്കെല്ലാം നീങ്ങിയേക്കും. പണം നഷ്ടപ്പെട്ടു പോകാനും കളവ് പോകാനുള്ള സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല ഓഗസ്റ്റ്. പൊതുവെ ഒരു നല്ല മാസമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ അത്യാവശ്യമുണ്ട്. എന്നാലും കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രനാണ് മോശമായിട്ട് നിൽക്കുന്നത്. പക്ഷേ സൂര്യനിൽ നിന്ന് വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര കാര്യത്തിൽ എടുക്കണ്ട. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ മാത്രം ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെപ്റ്റംബർ മാസം പൊതുവെ ഇടവം ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇപ്പോൾ പ്രസവമെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായിട്ട് പെട്ടെന്ന്, അതായത് സുഖപ്രസവമെല്ലായിരിക്കാം. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാ തരത്തിലും നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യം നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള മത്സര പരീക്ഷകൾക്കെല്ലാം പറ്റിയ മാസമാണ്. എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ. മറ്റുള്ള മാസക്കാർക്കും സെപ്റ്റംബർ പൊതുവേ നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, കേസ് വഴക്കൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ്. പറഞ്ഞ എല്ലാ കാര്യത്തിനും, ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം, മുൻപ് പറഞ്ഞ കാര്യത്തിനെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം. എന്തെങ്കിലും എഗ്രിമെൻ്റ് എല്ലാം വെക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒപ്പിടണം. ഒക്ടോബർ മാസം പൊതുവെ കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കന്നി ധനു മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ടതിന് നല്ലതാണ്. പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും, അതായത് കന്നി ധനു ഒഴിച്ച് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മനസമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. ഏകാന്തത അനുഭവപ്പെടും. അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടും. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടു പോകാതെ കളവ് പോവാതെയെല്ലാം സൂക്ഷിക്കണം. നവംബർ മാസവും ധനു കുംഭം മീനത്തിൽ ജനിച്ചതാണെങ്കിൽ നവംബർ മാസം ധനു കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലത്. മക്കൾക്കുന്നതികൾ, അല്ലെങ്കിൽ വല്ല പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സുഖപ്രസവം. അതേപോലെ മനസമാധാനമുള്ള ഒരു പീരീഡാണ്, മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട മനസമാധാനമുള്ള ഒരു മാസം തന്നെയാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ പോലെയുള്ള കേരിവരും. വിദേശമായിട്ട് ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. ഡിസംബർ മാസം പൊതുവെ ഇടവം, ചിങ്ങം, കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. എല്ലാ കാര്യത്തിനും ഒരു കാമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന
ഒരു മാസമാണ്. അതെല്ലാത്തിനും നല്ല ഈസി ആയിട്ട് വലിയ ഭയപ്പാടൊന്നുമില്ലാതെ എന്തൊരു ധൈര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. ഇടവം, ചിങ്ങം, കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക്. അതേപോലെ തന്നെ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കാൻ പറ്റിയൊരു മാസം തന്നെയാണ് ഇത്. എന്നാലും മറ്റുള്ള മാസങ്ങളിൽ ഇടവം, ചിങ്ങം, കുംഭമാസങ്ങൾ ഒഴിച്ച് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസം തന്നെയാണ് ഡിസംബർ. പക്ഷേ ട്രാൻസ്ഫർ കയറി വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏകാന്തത അനുഭവപ്പെടുക, ഇഷ്ടപ്പെടുക, അതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ്. ട്രാൻസ്ഫർ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിന് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വിദേശത്തേക്കൊന്നും പോകാൻ പറ്റിയ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാൻ പറ്റിയ ഒരു മാസമൊന്നും അല്ല ഡിസംബർ. പണം നഷ്ടപ്പെട്ടുവോ കളവ് പോവോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് എല്ലാം വെക്കുകയാണെങ്കിൽ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യുക. കിട്ടാനുള്ള പണമൊന്നും എളുപ്പത്തിൽ കിട്ടില്ല, അല്ല നഷ്ടപ്പെട്ടു പോകാനല്ല, അല്ലെങ്കിൽ പറ്റിക്കാൻ, ചതിയിൽപ്പെടാൻ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ഡിസംബർ. ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് 2026. അത് ജനിച്ച മാസം വെച്ചിട്ടും ജനിച്ച നക്ഷത്രം വെച്ചിട്ടുള്ള ഫലമാണ്.